ഗോളിയോ ട്രയംസ് ഓർഗനൈസേഷൻ ഓഫ് വർക്കേഴ്സ് എന്നതിന്റെ ചുരുക്കരൂപമാണ്. ഗ്രോയുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ് എ. വാസു. ഫാക്ടറി അടച്ചുപൂട്ടിയതിനെതിരെ നടന്ന സമരങ്ങൾ ഫലവത്താകാതിരുന്ന ഘട്ടത്തിൽ ഗ്രോ സമരത്തിന്റെ നേതൃത്വം ഏറ്റെടുത്തു. രാഷ്ട്രീയ പാർട്ടികളുമായി ബന്ധപ്പെട്ട തൊഴിലാളി സംഘടനകളെ അപേക്ഷിച്ച് സ്വതന്ത്രമായി പ്രവർത്തിക്കുവാൻ ഈ സംഘടനയ്ക്ക് സാധിച്ചു. മാവൂർ സമരത്തെ തുടർന്ന് ഗ്രോ വാർത്താ പ്രാധാന്യം നേടിയതിനാൽ അതിന്റെ നേതാവായ എ. വാസു ഗ്രോ വാസു എന്ന പേരിൽ അറിയപ്പെടാൻ തുടങ്ങി. പ്രഭാകരൻ വരപ്രത്തുമായുള്ള അടുപ്പമാണ് വാസുവേടനെ ദലിത് ബഹുജൻ രാഷ്ട്രീയത്തിലേക്ക് വരാൻ ഇടയാക്കിയതെന്ന കാര്യം ഈ പുസ്തകത്തിൽ പറയുന്നുണ്ട്. വാസുവേടന് പ്രഭാകരനെ പറ്റിയും പുസ്തകത്തെ പറ്റിയും എന്ത് പറയാനുണ്ടെന്ന് നമുക്ക് കാതോർക്കാം. ആദരണീയനായ മനുഷ്യാവകാശ പോരാളിയെ മുഖ്യ പ്രഭാഷണത്തിനായി സാദരം ക്ഷണിക്കുന്നു. വേദിയിലും സദസ്സിലുമുള്ള സഹോദരി സഹോദരന്മാർ, വി. പ്രഭാകരൻ 1981 മുതലാണ് നിങ്ങൾ പരസ്പരം കണ്ടതെന്ന് ഓർമ്മ. അന്ന് വാസ്തുക്കളെ ഞങ്ങൾ പരസ്പരമുള്ള സംസാരത്തിൽ ഏറെക്കുറെ പരസ്പരം കുറച്ചൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി പരിശ്രമിച്ചു. പിന്നീട് ഞങ്ങൾ വളരെ വേഗം ജ്യേഷ്ഠാഞ്ചന്മാരായി. അത് ഇതുവരെ തുടരുന്നുണ്ട് ജ്യേഷ്ഠൻ. അതിനിടയിൽ അദ്ദേഹം ഞാനായിട്ട് എഴുതി ചേരാൻ പ്രയാസകരമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായി. അത്തരം കാര്യങ്ങളിൽ പ്രഭാകരനുമായിട്ടുള്ള യുദ്ധം പലപ്പോഴും ഉറപ്പ് പോകുന്ന രീതിയിലാവുകയും ചെയ്യും. അദ്ദേഹം വിശ്വസിക്കുന്നത് അദ്ദേഹം പറയും, അദ്ദേഹം പ്രവർത്തിക്കും. ശരിയാകാമെന്ന് മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നതാണ് ധീരത്വം. ഞാനവിടെ ഒരു ഉദാഹരണം വായിച്ചിട്ടുണ്ട്. ശരിയേതാണെന്ന് മനസ്സിലാക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന പരിസ്ഥിതിയിലാണ് മനുഷ്യർ മുഴുവൻ ജീവിക്കുന്നത്. പലപ്പോഴും അവർക്കത് കഴിയുന്നില്ല. പക്ഷെ എന്ത് മാത്രം പ്രയാസമുണ്ടെങ്കിലും പ്രഭാകരൻ താൻ മനസ്സിലാക്കിയിട്ടുള്ള അത് കുറച്ചു കാലത്തെ കാര്യം വേണ്ടില്ല, അതിനനുസരിച്ച് ഉടനെ മാറി അതിനനുയോജ്യമായിട്ടുള്ള പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നു. അക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരാളാണ്. അതാണ് ഞാൻ മറ്റുള്ളവരിൽ നിന്ന് വളരെ വ്യത്യസ്തമായിട്ട് പ്രഭാകരനെ മനസ്സിലാക്കി. പുസ്തകത്തിൽ പിന്നെ ധാരാളം കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. എന്നെ പറ്റിയിട്ടും പറഞ്ഞു. ഒരു അധ്യായത്തിൽ തന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഞാനത് മുഴുവനായിട്ട് വായിച്ചു. അതെല്ലാം തന്നെ ഓർമ്മ വെച്ചിട്ട് ഞാൻ ഇവിടെ ഒരു സംസാരത്തിൽ മുതിരുന്നില്ല. ഇതിനെ സംബന്ധിച്ച് ഞങ്ങളെല്ലാം സംസാരിക്കുന്ന എനിക്കറിയാം. എനിക്ക് പറയാനുള്ളത് ഈ കാര്യത്തിൽ തന്നെ അന്ധമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷമുണ്ട്. സത്യത്തിനെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കണ്ടെത്താൻ സഹായിച്ച അപൂർവം വ്യക്തികളും ഞാൻ സ്വന്തം നിലയിൽ തന്നെ ധാരാളം വായിപ്പിച്ച് കുട്ടിക്കാലത്ത് മുതൽ തന്നെ ഏറെക്കുറെ 7ാം വയസ്സിൽ തന്നെ വലിയച്ഛൻ്റെ പുസ്തകങ്ങൾ എടുത്ത് വായിച്ചുകൊണ്ട് പിന്നീട് വായനയിലുള്ള അത്യാർത്ഥി അങ്ങനെ തൊട്ടടുത്ത് തന്നെ ഒരു ദേശഭൂഷൺ എന്ന് പറഞ്ഞിട്ടുള്ളൊരു വലിയ സ്ഥാപനം. അങ്ങനെ സ്വന്തം നിലയിൽ തന്നെ ഒരു തിരിച്ചറിവ് നേടാൻ പരിശ്രമിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ പ്രഭാകരൻ എനിക്ക് ചെയ്തിട്ടുള്ള സഹായം അത് അതുവരെയുള്ള എൻ്റെ തിരിച്ചറിവ്, എൻ്റെ ജീവിതാനുഭവം, എൻ്റെ വായന പരോക്ഷവും പ്രത്യക്ഷമായിട്ടുള്ള ജ്ഞാനം, അതിനൊരു വഴിത്തിരിവ് ഉണ്ടാക്കാനാണ്. ആ വഴിത്തിരിവ്
അതുവരെ അംബേദ്കർ ആണെന്ന് വെച്ചാൽ അദ്ദേഹം ജീവിച്ചിരുന്ന കാലത്ത് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചിരുന്ന ആളാണ്. അപ്പോഴൊക്കെ ഒരു മുൻധാരണയാണ് എനിക്കുള്ളത്. ആ മുൻധാരണ ഉണ്ടാക്കിയിട്ടുള്ളത് EMS, MS ദേവദാസ്, അതുപോലുള്ള അക്കാലത്തെ കമ്മ്യൂണിസ്റ്റ് ആചാര്യന്മാരാണ്. ആ മുൻധാരണ എന്താണെന്ന് വെച്ചാൽ ഈ മനുഷ്യൻ ഒരു ബ്രിട്ടീഷ് എന്താണ് ഒരു മുതലാളിത്ത മാർഗക്കാരനാണ്. അങ്ങനെയാണ് അവരുടെ ലേഖനങ്ങൾ. ഇതൊന്നും EMS എഴുതുന്നൊന്നും ഞാൻ അക്കാലത്ത് എഴുതില്ല. ഒരു ലൈബ്രറിയിൽ നിന്നല്ലെങ്കിൽ 4 ലൈബ്രറിയിൽ പോകും. അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടത്തിൽ ഒരു മുൻധാരണ അംബേദ്കറെ സംബന്ധിച്ചിട്ടുണ്ടായി. ഈ മുൻധാരണ മാസത്തിൽ ഈ വായനയുടെയും പഠനത്തിൻ്റെതായിട്ടുള്ള ആദ്യകാലങ്ങളിലുള്ള ഒരു ബാലാധിഷ്ഠിതനാണ്. ആ കാര്യത്തിൽ ഒരു വലിയ സത്യം, ഇന്ത്യയെ സംബന്ധിച്ച ഒരു വലിയ സത്യം, ഒരു മാർക്സിസം ലെനിനിസം ഒരു ഏതൊരു രാജ്യത്തെയും സമൂഹത്തിന് അപഗ്രഥിക്കാനുള്ള ഒരു ഉപകരണമാണ്. അതിൻ്റെ അന്തസത്യാണ് ഈയിടെ ഗോവിന്ദ മാസ്റ്റർ പറഞ്ഞത് വൈദ്യാധിഷ്ഠിത ഭൗതികവാദം. വൈദ്യാധിഷ്ഠിത ഭൗതികവാദം ഇന്ത്യക്ക് അനുയോജ്യമല്ലെന്ന് ആ മഹാനായ പണ്ഡിതൻ പറഞ്ഞു. EMS അടുത്ത EMS ആണെന്ന് പറഞ്ഞാണ്. ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികം അത് പ്രപഞ്ചത്തിന് ഓരോ പരമാണുവിലും ആ വൈരുദ്ധ്യാധിഷ്ഠിതമായിട്ടുള്ള ഒരു സ്ഥിതിവിശേഷം കൊണ്ടാണ് അതിൻ്റെയൊക്കെ നിലനിൽക്കുന്നത് എന്ന് തെളിയിക്കപ്പെട്ടത്, ശാസ്ത്രീയമായിട്ട് തെളിയിക്കപ്പെട്ടതാണ്. ആ വൈരുദ്ധ്യാധിഷ്ഠിത ഭൗതികവാദം അതിൻ്റെതായിട്ടുള്ള സമൂഹത്തിലേക്ക് പ്രയോഗിച്ചുകൊണ്ട് ചരിത്രപരമായിട്ടുള്ള ഭൗതികവാദം എന്നുള്ള വീക്ഷണമൊഴുക്കി മനുഷ്യ സമൂഹത്തിൻ്റെ വികസനത്തിനെ സംബന്ധിച്ച്, ക്രമാനുഗതമായിട്ടുള്ള വികസനത്തിനെ സംബന്ധിച്ച് അവഗണിച്ച് മനസ്സിലാക്കുകയും ചെയ്തതാണ്. ആ കാഴ്ചപ്പാട് ലോകത്തിനെ സംബന്ധിച്ച് പൊതുവായിട്ടുള്ള നിയമങ്ങളാണ്. ആ നിയമങ്ങൾ പ്രയോഗിച്ചുകൊണ്ട് ഓരോ രാജ്യത്തിനെയും മാസത്തിൽ വ്യാഖ്യാനിച്ച് പ്രയോഗിക്കുന്ന ഒരു മാറ്റത്തിൻ്റെ ശാസ്ത്രമാണ് മാർക്സിസം. ഈ രീതിയിൽ ഈ കാര്യം മാസത്തിൽ ചെയ്തത് ഈ രാജ്യത്തിൽ അംബേദ്കറാണ് മനസ്സിലാക്കാനുള്ള എനിക്ക് ഒരു പ്രാപ്തി ഉണ്ടാക്കി തന്നത് മാസത്തിൽ പ്രഭാകരനാണ്. വി പ്രഭാകരനെ ഞാൻ ബഹുമാനിക്കുന്നത് അതുകൊണ്ടാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ ഗുണഗണങ്ങളിൽ ഏറ്റവും വലിയ ഗുണം അത് തന്നെയാണ്. അദ്ദേഹത്തിനെ എല്ലാവരും ഓർമ്മിക്കുന്നെങ്കിൽ അംബേദ്കറെ പരിചയപ്പെടുത്താൻ വേണ്ടി പ്രഭാകരൻ വാസ്തവത്തിൽ ഊണും ഉറക്കവും ഉപേക്ഷിച്ചു എന്ന് തന്നെ പറയാം. കുടുംബത്തിനെ സംബന്ധിച്ച് മാസത്തിൽ ചെലവഴിക്കേണ്ട ധനം, ആ കുടുംബത്തിന് വേണ്ടി ചെലവഴിക്കേണ്ട അദ്ദേഹത്തിൻ്റെ സമയം, ഇതെല്ലാം കണ്ണും കൂട്ടിക്കൊണ്ട് അദ്ദേഹം സ്വീകരിച്ച അദ്ദേഹത്തിന് മനസ്സിലായ സത്യത്തിന് വേണ്ടിയിട്ട് മാസത്തിൽ ചെലവഴിച്ചു. അതിന് മാസത്തിൽ അതൊരു ഒറ്റയാൻ പ്രവർത്തനം. ആ ഒറ്റയാൻ പ്രവർത്തനത്തിലൂടെ കേരളത്തിൽ 81-82 കാലത്തായിരിക്കണം ഞാൻ അദ്ദേഹത്തിനെ പരിചയപ്പെടുന്നത്. ആ കാലഘട്ടം മുതൽ ഞാൻ ഒരു 3-4-5 കൊല്ലക്കാലമായുള്ള അദ്ദേഹത്തിനെ നിരീക്ഷിക്കുന്നു. കേരളത്തിൽ വളർന്നു വരുന്ന ഏറെക്കുറെ ദലിത് ബുദ്ധിജീവികളുടെ ഒരു ഗ്രൂപ്പിനെ അദ്ദേഹം സൃഷ്ടിച്ചെടുത്തിരിക്കുന്നു. അംബേദ്കർ സിദ്ധാന്തം അതിൻ്റെതായിട്ടുള്ള പൂർണ്ണതയിലെന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട് വെച്ചാൽ ഇത് പഠനത്തിൻ്റെ മാത്രം കാര്യമല്ല, പ്രയോഗത്തിൻ്റെയും കൂടി, പ്രയോഗത്തിലൂടെയും പഠനത്തിലൂടെയും പിന്നെ സത്യത്തിലേക്ക് എത്തുന്നതിൻ്റെ പ്രശ്നമാണ്. അപ്പം പക്ഷേ അക്കാലത്ത് അംബേദ്കറിസ്റ്റ് എന്ന് പറയാൻ പറ്റുന്ന ഒന്നാന്തരം ബുദ്ധിജീവികളായിട്ടുള്ള
ഒരു ഡസൻ പേരെങ്കിലും ഞാൻ പ്രഭാകരന്റെ സുഹൃത്തുക്കളായിട്ട് അവർക്ക് കാര്യങ്ങൾ പഠിക്കാൻ മാത്രമല്ല മറ്റുള്ളവരെ പഠിപ്പിക്കാൻ കഴിയുന്നവരായിരുന്നു, അവർ പ്രാപ്തരായി. അവരെല്ലാം പലരും ഇപ്പോഴും വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ അതിൻ്റെതായിട്ടുള്ള ഉന്നത രൂപങ്ങളിൽ എത്തി നിൽക്കുന്നുണ്ട്. അവരെങ്ങനെ വളർന്നു വന്നു എന്ന് ഒരു പക്ഷെ ആർക്കും അറിയില്ല. അവരെ എങ്ങനെ വളർത്തി പ്രഭാകരൻ അദ്ദേഹത്തിൻ്റെ സമയവും അദ്ദേഹത്തിൻ്റെ കാശ് ചെലവഴിച്ചുകൊണ്ട് അവരെ ഈ കേരളത്തിലെ വിവിധ ജില്ലകളിലെ ഈ കുട്ടികൾ അവർ വിദ്യാഭ്യാസം നേടിയവരാണ്. അവരെ എങ്ങനെ ഈ വളർത്തിയെടുത്തു പ്രഭാകരൻ എന്നതിനെ സംബന്ധിച്ച് ആ നേട്ടത്തിനെയാണ് ഞാൻ അഭിവാദ്യം ചെയ്യുന്നത്. അങ്ങനെ വളർന്നു വന്നിട്ടുള്ള അംബുജാക്ഷൻ മുതൽ അംബുജാക്ഷന് നിങ്ങൾ എല്ലാ ഭൂരിഭാഗം അറിയുന്ന ഞാൻ വിചാരിക്കുന്നു. എത്ര ഭംഗിയായിട്ട് അദ്ദേഹം ഈ ലോകത്തിനെ സംബന്ധിച്ച് സംസാരിക്കുന്ന ഒരു നമ്മൾക്ക് കേട്ടിട്ടുണ്ട്. അപ്പം അപാര കഴിവുള്ള ഒരു തെലുങ്ക് ബുദ്ധി. അപ്പം ഇങ്ങനെയുള്ള കുറേ ചെറുപ്പക്കാരാണ്. അപ്പം അത് മാത്രമല്ല, എന്നെപ്പോലെയുള്ള സാധാരണ തൊഴിലാളികളിൽ നിന്ന് വളർന്നു വന്നിട്ടുള്ള പിന്നെ മാർക്സിസത്തിൽ അങ്ങേയറ്റ അഭിമാനം കൊള്ളുന്നു. അത് കുറേയൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ആദ്യം തന്നെ ദുരഭിമാനത്തിലേക്ക് പോയിട്ടുണ്ട്. പക്ഷെ അതിൽ നിന്നെല്ലാം തന്നെ പിന്തിരിഞ്ഞ് മാസത്തിൽ ഈ രാജ്യത്തിൻ്റെ അടിത്തറയെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ വേണ്ടി അംബേദ്കറുടെ സൈദ്ധാന്തികമായിട്ടുള്ള നിലപാടുകൾ എന്നെ മനസ്സിലാക്കിക്കാൻ മാസത്തിൽ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നുള്ളതാണ്. ആ ഒരു എൻ്റെ ശിഷ്യനാണെന്നാണ് അദ്ദേഹം എല്ലാവരോടും പറയാം. അങ്ങനെയാണ് അഭിനയിക്കുക. പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം പ്രഭാകരനാണ് ഗുരു. അദ്ദേഹമാണ് എന്നെ ഈ രാജ്യത്തെ ഏറ്റവും വലിയ മഹാനായിട്ടുള്ള അംബേദ്കറെ പരിചയപ്പെടുത്തുന്നത്. തീർച്ചയായിട്ടും എനിക്കറിയാം, പിന്നെ മാർക്സിൻ്റെ വില എനിക്കറിയാം, ലെനിൻ്റെ വില അറിയാം, മഹാനായ മാവോന്റെ വില എനിക്കറിയാം. പക്ഷെ ഇന്ത്യക്ക് എന്താണ് വേണം? ഇന്ത്യയെ മനസ്സിലാക്കാൻ എന്താ വേണം? ആ കാര്യത്തിനെ സംബന്ധിച്ച് നമുക്ക് ആശ്രയിക്കാവുന്ന ഒരേ ഒരാളും അത് അംബേദ്കറാണ്. ആ അംബേദ്കറുടെ സിദ്ധാന്തത്തിനെ മനസ്സിലാക്കാതെ നമുക്ക് ഇന്ത്യനെ മനസ്സിലാക്കാൻ പ്രയാസമാണ്. അംബേദ്കറുടെ സിദ്ധാന്തം മനസ്സിലാക്കുന്നതോടുകൂടി മാർക്സിസത്തിൻ്റെ ചില ബാലപാഠങ്ങൾ കൂടി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയിൽ എന്താണ് നമ്മൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നം? എന്താണ് ജാതി? ജാതിനെ ആരെങ്കിലും സൃഷ്ടിച്ചതാണോ? അതല്ല സ്വയംഭൂവായിട്ട് അത് വന്നതാണോ? അതിനെ എങ്ങനെ വാസ്തവത്തിൽ ആര്യന്മാർ ഉപയോഗിച്ചു? പിന്നീട് അവരുടേതായിട്ടുള്ള കഴിവുകൊണ്ട് ഇരുമ്പിൻ്റെ ആയുധം, മറ്റതുപോലുള്ള മുതലായിട്ടുള്ള ആയുധങ്ങളെ കൊണ്ട് അവർ ഇന്ത്യയിലേക്ക് ആക്രമണം നടത്തി. മാസത്തിൽ നമ്മുടെ ആ കാലത്തെ ജനവിഭാഗങ്ങൾ അവരുടെ കാണുന്നു പറഞ്ഞാൽ ചരിത്രത്തിലേക്കൊക്കെ ഇന്നേക്കാൾ നന്നായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും. എന്തായാലും അങ്ങനെ ഒരു പിന്നെ ആക്രമണം നടന്നുവെന്നും അവർ സാംസ്കാരികമായി നമ്മളെ പൂർണ്ണമായിട്ട് അടിച്ചമർത്തി എന്നുള്ള കാര്യത്തിലാണ് സംശയം. അത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞ സത്യമായിട്ടാണ് ഞാൻ ഈ ഇന്ത്യയെ സംബന്ധിച്ച് ഞാൻ വായിച്ചിട്ടുള്ള ചരിത്രത്തിലൂടെ എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. ആ രീതിയിൽ ഈ കാര്യത്തിനെ സംബന്ധിച്ച് അവര് ജാതി സൃഷ്ടിച്ചിട്ടില്ല. ജാതി അങ്ങനെ ഉണ്ടായി എന്നുള്ളതിനെ സംബന്ധിച്ചിട്ട് അംബേദ്കർ പറഞ്ഞിട്ടുണ്ട്. മാർക്സ് വളരെ ഭംഗിയായിട്ട്, മാർക്സാണ് ആദ്യമായിട്ട് ആ കാര്യത്തിനെ സംബന്ധിച്ച് വളരെ വിദഗ്ധമായിട്ടുള്ള കാര്യം. അതുവരെ തത്വചിന്തകന്മാരെല്ലാം അന്ന് വരെ ഉണ്ടായിട്ടുള്ള ആയിരക്കണക്കിന് വർഷങ്ങളിൽ ഉണ്ടായിട്ടുള്ള തത്വചിന്തകന്മാരെല്ലാം കണ്ടെത്താത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരം വളരെ കൃത്യമായിട്ട് പറഞ്ഞു എന്നുള്ളതാണ് മാർക്സിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള ഒരു പിന്നെ ഒരു മഹത്തായ കാര്യമായിട്ട്
ലോകം കാണുന്നത്. അതായത് എന്തുകൊണ്ടാണ് ഈ ലോകത്തിൽ അനേകായിരം ജീവജാലങ്ങൾ, പക്ഷെ ആ ജീവജാലങ്ങളെ മുഴുവൻ തന്നെ അടക്കി ഭരിക്കാവുന്ന രീതിയിലൊരു ജീവി ഈ രീതിയിൽ വളർന്നു വരികയും പിന്നീട് ലോകാധിപത്യം തന്നെ കൈ അടക്കുകയും എല്ലാ ജീവജാലങ്ങളുടെയും പിന്നെ അധീനനായി തീരുകയും ചെയ്തതിൻ്റെ കാരണം എന്ത് എന്നതായിരുന്നു ആ കാര്യത്തിൽ മാർക്സ് പറഞ്ഞു. അതാണ് വളരെ അദ്ദേഹത്തിന്, ഞാൻ അതിൻ്റെ കാതലായ ഭാഗങ്ങളിലേക്കുള്ള ഒരു സംവാദത്തിലേക്ക് പോകുന്നില്ല. ഈ കാര്യത്തിനെ സംബന്ധിച്ച് വളരെ കൃത്യമായി ഈ കാര്യത്തിൽ ഇന്ത്യയിൽ എങ്ങനെ വാസ്തവത്തിൽ ഇവർ ആധിപത്യത്തിലേക്ക് വന്നു എന്നതിനെ സംബന്ധിച്ച് അംബേദ്കർ വളരെ, അദ്ദേഹത്തിന് മാർക്സിസം നന്നായിട്ട് അറിയായിരുന്നു എന്നാണ് എൻ്റെ വിശ്വാസം. അത് ഞാൻ അദ്ദേഹത്തിൻ്റെ മുഴുവൻ വള്ളികളൊന്നും വായിച്ചില്ല. ആകെ ഞാൻ വായിച്ചത് ഒരു 3-4 വള്ളിയാണ്. പക്ഷെ അതിൽ കണ്ണ് തെളിഞ്ഞതാണ് ആ ഇന്ത്യയിലെ ജാതി വെറും 160 പേജുള്ളൂ. പക്ഷെ ഇന്ത്യ എന്താണെന്ന് നമുക്ക് കണ്ടെത്താനുള്ള അങ്ങേറ്റത്തെ ഒരു മിഷണറിയാണ്. അത് ഉപയോഗിച്ചുകൊണ്ട് അതിൻ്റെ ശരിയായ രീതിയിൽ നിങ്ങൾ ഇന്ത്യനെ നോക്കിയാൽ അത് നിങ്ങൾക്ക് സത്യം മനസ്സിലാക്കാം. എങ്ങനെ ഈ ഇന്ന് വന്നിരിക്കുന്ന അക്രമകാരികളായിട്ടുള്ള, ഇന്ന് ആധിപത്യത്തിലുള്ള കാലാകാലം ഈ 90% ജനതനെ അടിമയാക്കി നിർത്തുന്നതിനെ സംബന്ധിച്ച് ഇത്രമാത്രം ബുദ്ധിപരമായിട്ട് പ്രയോഗിച്ചിട്ടുള്ള ആര്യന്മാരെ സംബന്ധിച്ച് ഇന്ന് നമ്മൾ അവരുടെ അനന്തരന്മാരായിട്ടുള്ള ആളുകളായിട്ടുള്ള സംഘപരിവാറിനെ സംബന്ധിച്ച് നമുക്ക് നന്നായിട്ട് മനസ്സിലാവും. ഇന്ന് അവർ മാസത്തിൽ വളരെ കൃത്യമായിട്ടുള്ള ഐഡിയോളജിയോടുകൂടി ഈ ഇന്ത്യനെ പൂർണ്ണമായിട്ട് മാത്രമല്ല, ഇന്ത്യനെ മാത്രമല്ല, അഖണ്ഡ ഭാരതത്തിൻ്റെ മുദ്രാവാക്യം മുന്നോട്ട് വെച്ചുകൊണ്ട് മാസത്തിൽ ഇന്ത്യയുടെ മഹാത്മാഗാന്ധിൻ്റെ ഘാതകൻ്റെ ഭൗതികാവശിഷ്ടം ഗംഗയിൽ നിമജ്ജനം ചെയ്യേണ്ട കാരണം ചെയ്യാതെ സൂക്ഷിച്ചു വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെയുള്ള അവര് ഇന്ന് ഈ രാജ്യത്തെ ഏറ്റവും അടിസ്ഥാന വിഭാഗങ്ങളായിട്ടുള്ള മുസ്ലിങ്ങളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവരെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് ഇവരാണ് ശത്രുക്കളെന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തില് ഇന്നലെ വരെ അടിച്ചമർത്തിക്കൊണ്ടിരിക്കുന്ന വിഭാഗത്തിന് മുഴുവൻ ആ 95% അടിച്ചമർത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് തുടരാൻ കഴിയുന്ന അവർക്ക് ആത്മവിശ്വാസമുണ്ട്. അത് തുടരാൻ കഴിയില്ല എന്ന് നമ്മൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാനും വലിയ ആയുധം നമ്മളെ കയ്യിലുണ്ട്. അത് അംബേദ്കറാണ്, അംബേദ്കറിസമാണ്. അതിനെ സംബന്ധിച്ച് വ്യത്യസ്ത വ്യൂവിലൂടെ അംബേദ്കർ പഠിച്ചിട്ടുള്ള ആളുകളുണ്ട്. അവരിരുന്ന് ആ വ്യത്യസ്തതകളെല്ലാം തന്നെ ചർച്ചകൾ വെക്കണം. അപ്പോഴേ നമ്മൾക്ക് പരസ്പര ധാരണ, അങ്ങനെ ഒരു സംഭവം നടന്നതായിട്ട് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഒരു സംവാദത്തിലൂടെ അംബേദ്കറെ പൂർണ്ണമായിട്ട് മനസ്സിലാകും. വ്യത്യസ്ത വീക്ഷണത്തിലൂടെ, വ്യത്യസ്ത ചിന്താഗതിയിലൂടെ, വ്യത്യസ്ത തലങ്ങളിലൂടെ അതിനൊക്കെ മാസത്തിൽ ഇപ്പം ഈ വേദി എങ്ങനെയാണ് പിന്നെ എൻ്റെ സഹോദരൻ സൃഷ്ടിച്ചെടുത്തതെന്ന് എനിക്കറിയില്ല. എനിക്ക് ഇതിലെ ഭൂരിഭാഗം ആളുകളെ അറിയാം, അവരുടെ നിലപാടുകൾ അറിയാം. അവരെ സംബന്ധിച്ച് എനിക്ക് വലിയ അഭിപ്രായങ്ങളുണ്ട്. അപ്പം അത് ഇപ്പോൾ ഇവിടെ പിന്നെ മാസത്തിൽ പ്രഭാകരനെ കണ്ടിട്ട് തന്നെയാണല്ലോ എല്ലാവരും എത്തിയിട്ടുള്ളത്. ആ രീതിയിൽ ഇത്തരം ഒരു വിവിധ വീക്ഷണത്തിലൂടെ അംബേദ്കറെ വിശകലനം ചെയ്യും. എങ്ങനെ അംബേദ്കർ വാസ്തവത്തിൽ ഇന്ത്യയുടെ മാറ്റത്തിൽ ഇന്നത്തെ ഭരണാധിവർഗത്തിന് അവരെങ്ങനെ ക്രമാനുഗതം ഇത്തരമൊരു സ്ഥിതിവിശേഷം ഇപ്പം ഞാൻ അങ്ങോട്ട് വരുന്ന സമയത്ത് എന്നോട് ഒരു എൻ്റെ സുഹൃത്ത് ചോദിക്കുന്നു, ഇത്തരമൊരു സ്ഥിതി വളരെ ഭയാനകമാണല്ലോ. അങ്ങനെയാണ് പിന്നെ
സംസാരം എന്താവുന്നതെന്ന് എനിക്കറിയില്ല. എങ്കിലും ഞാൻ പറഞ്ഞു, ഇത് ഒരു അഗ്നിപർവ്വതമാണ്, അത് പൊട്ടിച്ച് തീരണം. ആ വൈരുദ്ധ്യം വാസ്തവത്തിൽ മൂർച്ഛിക്കണം. അത് പൊട്ടാതെ അത് അവർ ഭീതിതമായി നിലനിർത്തിക്കൊണ്ട് ആധിപത്യം തുടരുക എന്നുള്ളതാണ് സംഘപരിവാറിന്. പക്ഷെ നേർക്ക് നേരിലുള്ള ഒരു പോരാട്ടത്തിലേക്ക് കാര്യങ്ങൾ തള്ളതായിരുന്നു. അത് കൂടാതെ കഴിക്കാൻ അവർക്ക് സമർത്ഥമായിട്ട് അവർ പരിശ്രമിച്ചിട്ടുണ്ട് ചരിത്രത്തിലുടനീളം. പക്ഷെ ഇനി അത് അങ്ങനെ സാധ്യമല്ല. അംബേദ്കർ വാസ്തവത്തിൽ എത്രത്തോളം അദ്ദേഹത്തിൻ്റെ ചിന്ത ഇന്ത്യയിൽ വികസിക്കുന്നു അത്ര കണ്ട് അത് കൂടുതൽ സ്ഫോടനാത്മകമായിട്ട് മാറും. അങ്ങനെ മാത്രമേ അത് അവസാനിക്കാൻ പോകുള്ളൂ. അങ്ങനെ മാത്രമേ ജാതി അവസാനിക്കുള്ളൂ. ജാതിനെ ഉറപ്പിച്ചു നിർത്തിയിട്ടുള്ള നിയമങ്ങളാണ് ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ കൂടെ. അംബേദ്കർ അത് വളരെ കൃത്യമായി അതിനെ ചുട്ടുകടിക്കണം എന്നല്ല, ബോംബ് ചെയ്യണം എന്ന് അദ്ദേഹം ആ വാക്ക് പ്രയോഗിക്കുന്ന സമയത്ത് യഥാർത്ഥത്തിൽ അതിന് അത്രമാത്രം ശക്തിയുണ്ട് എന്ന് അദ്ദേഹം പറയുന്നത്. നിങ്ങൾ ഒരു പക്ഷെ പൂർണ്ണമായിട്ടുള്ള ശക്തി പ്രയോഗിക്കുമെങ്കിൽ അത് നൂറ്റാണ്ടുകൾ അവർക്ക് ആ ശക്തി തുടരാൻ പറ്റും. അത്ര ഭീകരമായിട്ടുള്ള അഗ്നിപർവ്വതമാണ്. അപ്പം ആ രീതിയിൽ അതിനെ ശ്രുതികൾ, സ്മൃതികൾ, ശാസ്ത്രങ്ങൾ, പുരാണങ്ങൾ ഇതിനെ ചുട്ട് കഴിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞപ്പോൾ ബ്രാഹ്മണന്റെ ദൈവങ്ങളെ നിങ്ങൾ ആരാധിക്കുന്നിടത്തോളം കാലം ബ്രാഹ്മണൻ നിങ്ങളെ ഭരിക്കുന്നത് തുടരും എന്ന് അദ്ദേഹം പറയുന്ന സമയത്ത് എന്താണ് പൂർണ്ണമായിട്ട് അർത്ഥമാകുന്നത്? ആ രണ്ട് പ്രയോഗത്തിലൂടെ വാസ്തവത്തിൽ ഇന്ത്യനെ 1000 വരികളിലൂടെ വിശദീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. ആ രീതിയിൽ ആ പ്രശ്നത്തിനെ നമുക്ക് ചർച്ചയ്ക്ക് കൊണ്ടുവരണം. അപ്പോഴാണ് നമ്മൾക്ക് മനസ്സിലാവുന്നത് ജാതിയെ എന്ത് കടഞ്ഞാണ് ഇവിടെ നിർവഹിക്കുന്നത്, അവരുടെ ശക്തി എവിടെയാണ് കേന്ദ്രീകരിച്ചിരിക്കുന്നത്. അവരെ ഇതപ്പോൾ കേരളത്തിലേക്ക് വരുമ്പോഴത്തേക്ക് തന്നെ അവർക്ക് ഈ ഭൂമിയിലേക്ക് വാസ്തവത്തിൽ വേറെ ഉറപ്പിക്കാൻ പെട്ടെന്ന് തന്നെ എന്തുകൊണ്ടൊരു മാർക്സിസം ആ രീതിയിലേക്ക് ബോധ്യപ്പെടുന്നില്ല? അതിവിടെ ഉണ്ട്. അവരത് ആയിരക്കണക്കിന് വർഷങ്ങൾ കൊണ്ട് അവര് ആ വിത്ത് ഇവിടെ പാടി ഉറപ്പിച്ച് നിർത്തിയിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ ആ വിഷത്തിന്റെ മരം എങ്ങനെ മുറിച്ചു കളയാം, എങ്ങനെ അത് പൊരിച്ചു കളയാം, അതിന്റെ കായ അല്ലെങ്കിൽ അതിന്റെ തളിര് നുള്ള് അത് നുള്ളിച്ച് നമുക്ക് ഒരു തളിരിനുള്ളിൽ 3 തളിര് കിട്ടുന്നത്. അതിന്റെ അടിവേരെങ്ങനെ പൊരിക്കാം എന്നതിനെ സംബന്ധിച്ചാണ് അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. അതിനെ പൂർണ്ണമായിട്ട് ധാരണയിലെത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. ചർച്ചയിലൂടെ അതിൻ്റെ അടിവേരുകളെ സംബന്ധിച്ച് നമുക്ക് മനസ്സിലാവുള്ളൂ. അത് ഇന്ന് വിവിധ രീതിയിലുള്ള വിവിധ കലകളിലൂടെ വിവിധ രൂപങ്ങളിലാണ് അംബേദ്കർ നിൽക്കുന്നത്, അദ്ദേഹത്തിൻ്റെ ചിന്ത നിൽക്കുന്നത്. ഇതിനു വേണ്ടിയിട്ട് വാസ്തവത്തിൽ പരമാവധി വാസ്തവത്തിൽ പ്രഭാകരൻ പരിശീലിച്ചിട്ടുണ്ട്. ഈ കാര്യത്തിൽ ഞാൻ ചുരുക്കുകയാണ് അനുഭവിച്ചത്. അത് ഇവിടെ പ്രതിപാദിക്കുന്നുണ്ട്, ധാരാളമാണ് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ രീതിയിൽ അംബേദ്കർ ഈ രാജ്യത്തിന് പിന്നെ അതിൻ്റെ അംബേദ്കർ ചിന്തൻ്റെ സത്തന ഈ രാജ്യത്തിന് മനസ്സിലാക്കിക്കാൻ, കേരളത്തിന് മനസ്സിലാക്കിക്കാൻ, മലയാളികൾക്ക് മനസ്സിലാക്കിക്കാൻ ഇന്ത്യ ഇക്കാര്യത്തിൽ ഈ പ്രഭാകരൻ പ്രവർത്തിച്ച ആത്മാർത്ഥമായിട്ട് പ്രവർത്തിച്ച ശരിയെന്ന് അയാൾക്ക് ബോധ്യപ്പെട്ടപ്പോൾ അയാൾ അതിനെ ഇറങ്ങി തൻ്റെ സർവസ്വവും അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ചെലവഴിച്ചു. ഇപ്പോഴും തുടരണം. ആ തുടർച്ചയ്ക്ക് തീർച്ചയായിട്ടും പിന്തുണ നൽകാൻ എത്തിയവരാണ് നിങ്ങൾ. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരെയും ഊഷ്മളമായി അഭിവാദിക്കുക. മറ്റൊരവസരത്തിൽ ഈ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ചർച്ച വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കെല്ലാം കുറച്ച് കൂടുതൽ പറയാം. ഇവിടെ പ്രഭാകരൻ്റെ പുസ്തകത്തിനെ സംബന്ധിച്ച്, അദ്ദേഹത്തിൻ്റെ ആത്മാവിനെ സംബന്ധിച്ച് എല്ലാം 2 വാക്ക് സംസാരിക്കാൻ തയ്യാറായിട്ട് വന്നിരിക്കുന്ന തീർച്ചയായിട്ടും അവരെല്ലാം അംബേദ്കർ ഈ അംബേദ്കറെ പറ്റി മനസ്സിലാക്കിയിട്ടുണ്ട്. പ്രഭാകരനെ സംബന്ധിച്ച് പ്രഭാകരന്
അംബേദ്കറെ മനസ്സിലാക്കിക്കാനുള്ള കേരളത്തിലെ ഒരു കൂട്ടം ബുദ്ധിജീവികൾ ഇപ്പോഴാവട്ടെ അത് മുസ്ലിം ന്യൂനപക്ഷങ്ങളിലേക്കും ധാരാളമായിട്ട് പകർന്നുകൊണ്ടിരിക്കുന്നെങ്കിൽ അതിനും വലിയ ഒരു പങ്കാളിത്തം പ്രഭാകരൻ തന്നെയാണ്. തീർച്ചയായിട്ടും പിന്നെ മുസ്ലിങ്ങളും ഇതാ ഇവിടെ അങ്ങനെ ഒരു പൈതൃകം ഉണ്ടെന്ന് ഇപ്പോൾ ഇവിടെ ഞാൻ പറഞ്ഞു. വാസ്തവത്തിൽ തെക്കൻ കേരളത്തിലാണ് ജാതിക്കെതിരായിട്ടുള്ള വലിയ പോരാട്ടങ്ങളൊക്കെ. മലബാറിൽ അങ്ങനെ ഒരു അതിൻ്റെ അലകൾ മാത്രമേ അടിച്ചു. അത് പോരാ. വാസ്തവത്തിൽ സഹോദരൻ അയ്യപ്പനെയും അംബേദ്കറെയും ശ്രീനാരായണ ഗുരുവിനെയും എല്ലാം തന്നെ നമ്മൾ നന്നായിട്ട് പഠിച്ച് അത് ആ കാലം കഴിഞ്ഞു പോയി എന്നുള്ള ധാരണ യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയിട്ടുള്ളത് മാർക്സിസ്റ്റുകാർ. ഈ മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റുകാർ ഇപ്പോഴതിനെ പൂരിപ്പിച്ചുകൊണ്ട്, കാരണം വെച്ചാൽ അവർക്ക് അവരുടേതായിട്ടുള്ള ഭരണം തുടരാൻ പറ്റുന്നതായിട്ടുള്ള രീതിയിലുള്ള ഒരവസരം ഈ രീതിയിൽ മാത്രമേ കൂടുതൽ അത് തുടരാൻ പറ്റുള്ളൂ എന്നുള്ള അവസ്ഥയുണ്ട്. അവർ ഇതിനെ തൊടും എന്ന് നമ്മൾ വിചാരിക്കുന്ന. തീർച്ചയായിട്ടും ദലിതുകളും മുസ്ലിങ്ങളും ആദ്യം ഒരു കാതലുണ്ടാക്കണം. അതിനോട് ചേർന്ന് വരും പിന്നോക്കക്കാരും മറ്റതുപോലുള്ളതും. ഈ കാതൽ ഉണ്ടാക്കാൻ നമ്മൾ കഴിയോ ഇല്ലയോ എന്നതിനെ സംബന്ധിച്ച പ്രശ്നമുണ്ട്. എപ്പോഴൊക്കെ ഉണ്ടാക്കുന്ന അപ്പോഴൊക്കെ അതിനെ തകർക്കാൻ ശത്രുപക്ഷിക്കും നമ്മളത് അറിയുന്നു. ആരാണത് പക്ഷി? ഇത്തരം വാദങ്ങളൊക്കെ നക്സൽ പ്രസ്ഥാനത്തിനെ തകർത്തത് ഞാൻ കണ്ടിട്ടുണ്ട്. രണ്ടു വാക്കുകൂടി പറയാം. അപ്പോഴേ എന്താ അതിൻ്റെ സർവീസിൻ്റെ ഉണ്ടായിട്ടുള്ള സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരിലെ സവർണകുമാരന്മാർ പറഞ്ഞെന്നത് ഇതാ, നിങ്ങൾക്ക് സൈനിക ലൈൻ വേണോ ബഹുജന ലൈൻ വേണോ? അങ്ങനെ ഒരു കമ്പാരിസൺ ഇല്ല. ചെമ്പരത്തിന്റെ ചുവപ്പ് വേണോ കാരമുള്ളിന്റെ കൂർപ്പ് വേണോ എന്ന് പറഞ്ഞിട്ടൊരു കമ്പാരിസൺ അങ്ങനെ ഒന്ന് കൊണ്ടുവരും. അതിന്റെ പേരിൽ ശക്തമായിട്ടുള്ള വിവാദങ്ങൾ ഉണ്ടാക്കി ആ സ്റ്റേറ്റ് കമ്മിറ്റി തകർന്നു എന്നുള്ളതാണ്. അതുമാതിരിയുള്ള വിവാദങ്ങളിലേക്ക് പോകാതെ പക്വതയാർന്ന ഒരു കൂട്ടം ബുദ്ധിജീവികൾ എല്ലാ വിഭാഗങ്ങളിലും അംബേദ്കറെ മനസ്സിലാക്കിക്കൊണ്ട് വന്നിട്ടുണ്ട്. അങ്ങനെ തകരാത്ത രീതിയിൽ അങ്ങനെ ഈ കാര്യത്തിൽ നമ്മൾക്ക് അംബേദ്കർ നന്നായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. ആ അംബേദ്കർ ചിന്ത ഒരു മാറ്റത്തിന് വേണ്ടി ഇവിടെ വളർന്നു വന്നിട്ടുള്ള ഈ അഗ്നിപർവ്വതത്തിൻ്റെ ലാവ പൂർണ്ണമായിട്ട് വാസ്തവത്തിൽ അതിനെ അവസാനിപ്പിക്കുന്ന രീതിയിലേക്ക് അതിനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ആ രീതിയിൽ അത് പക്ഷേ അതിൻ്റെ യഥാർത്ഥത്തിലുള്ള രൂപം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ ആദ്യമായിട്ട് ശ്രമിക്കണം. അത് ഒരു കാര്യത്തിനെ സംബന്ധിച്ച് അതിൻ്റെ സത്യം മനസ്സിലാക്കുക എന്നതാണ്, അത് പരിഹരിക്കുക എന്നതാണ്. അതിൻ്റെ പരിഹാരം തന്നെയാണ് അതിനെ മനസ്സിലാക്കുന്നത്. ഈ രീതിയിൽ മാസത്തിൽ പ്രഭാകരൻ നിർവഹിച്ച എല്ലാ പങ്കുകളും എടുത്തെടുത്ത് പറയാൻ പിന്നെ ഇവിടെ അദ്ദേഹത്തിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ കൂടിച്ചേർന്നിട്ടാണ്. ആ സമയം ഞാൻ അധികം ഉപയോഗിക്കുന്നില്ല. അദ്ദേഹത്തിനെ അഭിവാദ്യം ചെയ്യുന്നു. ഇവിടെ ഈ യോഗത്തിൽ എത്തിപ്പെട്ടിട്ടുള്ള മുഴുവൻ ആളെയും ഊഷ്മളമായി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു.